മേങ്ങാതെ മോങ്ങിയിട്ട് മടങ്ങാൻ ഷേണായി വേറെ ജനിക്കണം. നീ എന്ത് വിചാരിച്ചിനി? കുമ്പളക്കാരൻ നിത്യാനന്ദ ഷേണായി വെറും ബഗഡ ഞാനാണ് കാരണം. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്നല്ല. നായിന്റെ പോലെ സുന്ദരിച്ചിയാണോടാ ഇവിടപ്പം പാലേരിയിലെ അമ്മദാജിന്റെ കമ്മ്യൂണിസം നടക്കുന്നത്. ഒരു മാണിക്യത്തിനല്ല, 9 എണ്ണത്തിനെ കൊന്നാലും ഒരു നായും ചോദിക്കല. അശോക, അണക്ക് വിളമ്പി വെച്ച ഈ തിന്നു. മറ്റുള്ളവരുടെ കൈയിട്ട് വരാൻ വന്ന ചക്കര ആ കൈ ഞാൻ വെട്ടും, ഉറപ്പാ. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിയും. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ. ചേട്ടാ, ഞങ്ങള് വന്നതേ ചേട്ടൻ അപ്പന് കൊടുത്തത് തിരിച്ചു തന്നിട്ട് അപ്പന്റെ അടുത്ത് ചേട്ടനെടുത്ത് തിരിച്ചു മേടിച്ചോണ്ട് പോകാനാണ്. എടവപ്പാതിക്ക് ഓടിയവനും രാമഴക്ക് നിന്നവനും കണക്കാന്ന. ഇത് ഭാവിന്റെ അന്ന് ഞാൻ എന്നാ പറഞ്ഞേ? നിന്നെ ഇറങ്ങി ഇങ്ങോട്ട് കെട്ടിയടറ, നിനക്ക് വർക്ക്ഷോപ്പല്ല വണ്ടി കമ്പനി തുടങ്ങാനുള്ള കാഴ്ചരാവും. നീ ആരാന്ന് എല്ലാവർക്കും അറിയണം. ഞാനതിനിപ്പോ എന്നാ പറയാനാ? ഡുസിൽഡ്രോഫിനടുത്ത് മെറ്റ്മാൻ എന്ന് പറയും. അവിടെ ചുറ്റുവട്ടത്തായിട്ട് ഞങ്ങൾ ഒരു 10-25 കുടുംബങ്ങളുണ്ട്. ഒട്ടുമുക്കാൽ പേരും പത്തനംതിട്ട ജില്ലക്കാരാ. സാറിന്റെ മദർ ഹൗസിന്റെയും നമ്മുടെ ക്യാപ്റ്റൻ രാജുചേട്ടന്റെ ഒക്കെ ഏരിയ കഴിഞ്ഞ് അങ്ങ് പോണം. നീ ആണാണ് ആര്യൻ? നീ ശരിക്കും കടല് കണ്ടിട്ടുണ്ടാ? കടലിന്റെ ഉപ്പുമുളം അറിയാവാ നിനക്ക്? അയിലേം ചാളയും അല്ലാതെ ശരിക്കുള്ള മീന് നീ കണ്ടിട്ടുണ്ടാ? ഞാരെന്നറിയാൻ വേണ്ടി വിമാനയാത്ര കണ്ടല്ലേ. എന്തരായാലും അണ്ണന്റെ നകളിപ്പ് ഇത്രയൊക്കെ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയുക. കൊച്ചിലെ കൂടെ കളിക്കുന്ന പ്രായത്തിൽ തുടങ്ങിയാണ് നീ ആ ചെറുക്കനെ മൂപ്പിക്കാൻ വേണ്ടിയുള്ള വിസില്.